ഞാൻ നിങ്ങൾക്ക് കുറച്ച് ഫേമസ് പേഴ്സണാലിറ്റീസിന്റെ വീഡിയോസ് കാണിച്ചു തരാം. ഈ വീഡിയോസിൽ കാണുന്ന ആൾക്കാരെല്ലാം നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടോ എന്ന് നോക്കുക. What if I were to tell you that I am not even a human being? Would you believe me? What is your perception of reality? That's fine. It's a little embarrassing, you know, it reminds me. It's the real thing. I mean, We're entering an era in which our enemies can make it look like anyone is saying anything at any point in time. In 2018, a Belgian political party made public a video showing Donald Trump pressing Belgium to leave the Paris Climate Accord in a speech. ഈ വീഡിയോസിലുള്ള ആൾക്കാരൊക്കെ ഐഡന്റിഫൈ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് പറ്റിയെങ്കിൽ കൺഗ്രാറ്റുലേഷൻസ്. പക്ഷേ ഈ വീഡിയോയിൽ നിങ്ങൾ കണ്ട ആൾക്കാരെല്ലാം തന്നെ ഫേക്ക് ആണ്. നിങ്ങളെങ്ങനെ ന്യൂക്ലിയർ വെപ്പൺസും ബയോവാറുമാണ് ഈ ലോകത്തിൽ ഉണ്ടായിരിക്കുന്ന ഏറ്റവും വലിയ ത്രെറ്റ് എന്ന് വിശ്വസിക്കുന്നവരാണെങ്കിൽ അതിലും വലിയൊരു തെറ്റ് ഈ ലോകത്തിലുണ്ട്. അതാണ് ഡീപ് ഫേക്സ്. DEEPFAKES എന്ന് പറയുന്നത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ച് ഡീപ്പ് ലേണിംഗിന്റെ സഹായത്തോടു കൂടി നമ്മൾ കൊടുക്കുന്ന സെറ്റ് ഓഫ് ഫേഷ്യൽ ഡേറ്റ ഉപയോഗിച്ച് മറ്റൊരു വ്യക്തിയുടെ വീഡിയോയിൽ നമ്മളുടെ ഫേസ് ഓവർലാപ്പ് ചെയ്ത് സ്വാപ്പ് ചെയ്യുന്ന ഒരു പരിപാടിയാണ്. ആൻഡ് ഈ പരിപാടിയുടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് നമ്മൾക്ക് പോലും തിരിച്ചറിയാൻ പറ്റുന്നില്ല ഏതാണ് റിയൽ ഏതാണ് ഫേക്ക് എന്നുള്ളത്. സോ എങ്ങനെയാണ് ആൾക്കാർ ഈ ഒരു ഡീപ് ഫേക്സ് ഉണ്ടാക്കുന്നത്? ഡീപ് ഫേക്സ് ഉണ്ടാക്കാനായിട്ട് കുറേയധികം വഴികൾ ഉണ്ടെങ്കിലും കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണ് ഓട്ടോ എൻകോഡ്. ഓട്ടോ എൻകോഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ടാർഗറ്റ് വീഡിയോ വേണം. അതായത് ഏത് വീഡിയോയിലാണ് വേറൊരു വ്യക്തിയുടെ ഫേസ് എടുത്ത് വെക്കാനായിട്ട് പോകുന്നത് എന്നുള്ളൊരു ടാർഗറ്റ് വീഡിയോ. അതിനുശേഷം നമ്മൾക്ക് സ്വാപ്പ് ചെയ്ത് വെക്കേണ്ട ആളുടെ ഫേഷ്യൽ ഡേറ്റ അടങ്ങുന്ന ഒരു വീഡിയോ മതി. സോ ഈ ഓട്ടോ എൻകോഡ് എന്ന് പറയുന്ന ഒരു ഡീപ്പ് ലേണിംഗ് AI പ്രോഗ്രാമാണ്. ഇതെന്താണ് ചെയ്യുന്നത് എന്ന് വെച്ചാൽ നമ്മൾക്ക് സ്വാപ്പ് ചെയ്ത് വെക്കേണ്ട ആളുടെ ഫേഷ്യൽ ഡേറ്റ അടങ്ങുന്ന വീഡിയോ നമ്മൾ ഇതിലേക്ക് കൊടുക്കുമ്പോൾ ആ വ്യക്തിയെ പല ആംഗിളുകളിൽ നിന്നും കാണാൻ എങ്ങനെയായിരിക്കും, പല എൻവറോൺമെന്റുകളിൽ എങ്ങനെയായിരിക്കും, പല ലൈറ്റിംഗ് കണ്ടീഷനിൽ എങ്ങനെയായിരിക്കും എന്നുള്ളതെല്ലാം ഈ ഒരു സോഫ്റ്റ്വെയർ അനലൈസ് ചെയ്ത് അതിനുശേഷം ഒരു ഡേറ്റ മാപ്പ് ഉണ്ടാക്കി ആ ഒരു ഡേറ്റ മാപ്പ് ഉപയോഗിച്ച് നമ്മൾ കൊടുത്തിരിക്കുന്ന ടാർഗറ്റ് വീഡിയോയിൽ ഈ വ്യക്തിയുടെ മുഖം എടുത്ത് അതേപടി വെക്കുക എന്നുള്ളതാണ്. പക്ഷെ ഇങ്ങനെ ഒരു വ്യക്തിയുടെ ഫേസ് എടുത്ത് വേറൊരു വ്യക്തിയുടെ ഫേസിൽ വെക്കുന്ന സമയത്ത് നമ്മൾക്കത് കൃത്യമായിട്ട് മനസ്സിലാവില്ല ഇത് ഫേക്ക് ആണ് എന്ന് നിങ്ങൾ വിചാരിക്കുവാണെങ്കിൽ ഇവിടെയാണ് അടുത്ത സ്റ്റെപ്പ് വരുന്നത് GANS. GAN എന്ന് പറഞ്ഞാൽ ജനറേറ്റീവ് അഡ്വേഴ്സറിയൽ നെറ്റ്വർക്ക്സ് എന്നാണ്. നിസാരമായ വാക്കിൽ പറഞ്ഞാൽ നേരത്തെ നമ്മൾ കൊടുത്ത ആ ഒരു ഓട്ടോ എൻകോഡിൽ എന്തൊക്കെയാണോ ഒരു മനുഷ്യനെ മനുഷ്യനല്ലാതെ ആക്കി തീർക്കുന്ന രീതിക്ക് ആ ഒരു ഫേക്ക് വീഡിയോയിലുള്ളത് എന്നുള്ളത് കണ്ടുപിടിച്ച് ആ ഒരു കാര്യത്തെ റിയലിസ്റ്റിക് ആക്കി ഒരു ആക്ച്വൽ വ്യക്തിയാണ് അവിടെ ഉള്ളതെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു വീഡിയോ ആണ് എടുത്തതെങ്കിൽ എങ്ങനെയായിരിക്കും റിയൽ വേൾഡിൽ കാണാൻ എന്നുള്ള രീതിക്ക് മാറ്റിമറിക്കുന്ന ഒരു മാന്ത്രിക അൽഗോരിതമാണ്. ആൻഡ് ഈ ഒരു അൽഗോരിതം നെറ്റ്വർക്കിൽ ലോകത്തിലുള്ള കുറേ അധികം ആൾക്കാരുടെ ഫേഷ്യൽ ഡേറ്റ ഉണ്ട് എന്നുള്ളത് കൊണ്ട് ഏതൊരു ലൈറ്റിംഗ് സിറ്റുവേഷനിലും ഏതൊരു ആംഗിളിലും വ്യക്തി എങ്ങനെയായിരിക്കും എന്നുള്ളത് കൃത്യമായിട്ട് ഈ നെറ്റ്വർക്കിന് അറിയാം. ആൻഡ് നമ്മളെല്ലാവരും അറിഞ്ഞോ അറിയാതെയോ തമാശ രീതിക്കെങ്കിലും ഡൗൺലോഡ് ചെയ്തിരുന്ന ഒരു ആപ്ലിക്കേഷനാണ് ഫേസ് ആപ്പ്. ഈ ഫേസ് ആപ്പ് എന്ന് പറഞ്ഞ ആപ്ലിക്കേഷനും ഉപയോഗിക്കുന്നത് ഇതേ ഒരു ഡീപ് ഫേക്ക് ടെക്നോളജിയാണ്. ഫേസ് ആപ്പ് പോലെ തന്നെ പലതരത്തിലുള്ള ആപ്ലിക്കേഷൻസ് ഉണ്ട്, ഡീപ് ഫേക്സ് ലാബ് എന്നിങ്ങനെയെല്ലാം. പക്ഷേ ഏറ്റവും ഡേഞ്ചറസ് ആയ ഒരു ആപ്ലിക്കേഷൻ ഒരു സമയത്ത് ഇറങ്ങിയായിരുന്നു. പക്ഷേ ഇപ്പോൾ അത് എല്ലായിടത്തു നിന്നും റിമൂവ് ചെയ്തു. അതായിരുന്നു ഡീപ് ന്യൂഡ്. ഡീപ് ന്യൂഡ് എന്ന് പറഞ്ഞാൽ പേര് പറയുന്നത് പോലെ തന്നെ ഒരു വ്യക്തിയുടെ ഫേഷ്യൽ ഡേറ്റ കൊടുത്തു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ന്യൂഡായിട്ട് അല്ലെങ്കിൽ നേക്കഡ് ആയിട്ടുള്ള ഫോട്ടോസ് ജനറേറ്റ് ചെയ്തു തരാൻ പറ്റുന്ന വളരെ മാലീഷ്യസ് ആയിട്ടും വളരെ ഡേഞ്ചറസ് ആയിട്ടുമുള്ള ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷൻ ആയിരുന്നു. സോ നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ ഏതെങ്കിലും ഒരു വീഡിയോ ഉപയോഗിച്ച് ഇത്തരത്തിൽ ന്യൂഡായിട്ടുള്ള ഡീപ് ഫേക്കുകൾ ഉണ്ടാക്കി അത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുത്താൽ അത് നിങ്ങൾ പോലും അല്ല എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത രീതിക്കുള്ള റിയലിസ്റ്റിക് ആയിട്ടുള്ള വീഡിയോ ആയിട്ട് മാറുകയും അത് കാണുമ്പോൾ നിങ്ങൾക്ക് ഇത് ഞാനല്ല എന്ന് പറഞ്ഞാൽ പോലും ആൾക്കാർ വിശ്വസിക്കാത്ത രീതിയിലേക്ക് വരെ മാറുന്ന രീതിയായിരുന്നു ആ ഒരു ആപ്ലിക്കേഷൻ ഉണ്ടായത്. അതുകൊണ്ട് തന്നെയാണ് അത് റിമൂവ് ചെയ്തത്. പക്ഷേ കൗതുകത്തോടെ പോലും ആ ഒരു ആപ്ലിക്കേഷൻ ഇപ്പോൾ ഇല്ല എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്ത് ഡൗൺലോഡ് ചെയ്യാൻ നോക്കരുത്. അത്തരത്തിൽ ഡൗൺലോഡ് ചെയ്ത് കുറേയധികം ആൾക്കാർ ഫോണിൽ APKകൾ ഇൻസ്റ്റാൾ ചെയ്തു. പിന്നീട് അവരുടെ ബാങ്ക് അക്കൗണ്ട് കാലിയായി എന്ന് മാത്രമല്ല അവരുടെ ഫോൺ ട്രാക്ക് ചെയ്യപ്പെടുകയും അവരുടെ സകല ഡേറ്റ നഷ്ടപ്പെടുകയും അവർ ഭീഷണിയിൽ പെടുകയുമാണ് ചെയ്തത്. ആൻഡ് ഇത് എത്രത്തോളം പ്രോബ്ലമാറ്റിക് ആവും എന്നുള്ളത് കാണിച്ചു തരുന്ന റീസെൻ്റ്ലി ഇറങ്ങിയ ഒരു സിനിമയായിരുന്നു ലവ് ടുഡേ എന്ന് പറയുന്നത്. ആ ഒരു സിനിമ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ
ആ സിനിമ കാണുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും ഈ ഒരു ടെക്നോളജി എത്രത്തോളമായിരിക്കും ഒരു വ്യക്തിയെ അഫക്റ്റ് ചെയ്യാൻ പോകുന്നതെന്ന്. ഇപ്പോൾ തന്നെ ഇഷ്ടംപോലെ ഡീപ് ഫേക്ക് സോഫ്റ്റ്വെയറുകൾ നമുക്ക് ഗിറ്റ് ഹബിൽ അവൈലബിൾ ആണ്. അത് കുറേയധികം നമുക്ക് എൻ്റർടൈൻമെൻറ്റ് പർപ്പസുകൾക്ക് വേണ്ടിയാണ് കൊടുത്തിരിക്കുന്നത് എന്നുള്ളതുകൊണ്ട് തന്നെ ടോട്ടലി ഇല്ലീഗൽ അല്ലെങ്കിൽ ബാൻ ചെയ്തിട്ടില്ല. ആൻഡ് ഇതുകൊണ്ട് തന്നെ കുറേയധികം ആൾക്കാർ വിശ്വസിക്കുന്നത് ഈ ഒരു ഡീപ് ഫേക്ക് ടെക്നോളജിയാണ് പബ്ലിക്കിന് വരാൻ പോകുന്ന ഏറ്റവും ബിഗ്ഗസ്റ്റ് ത്രെറ്റ് എന്ന്. ഇത്തരത്തിലുള്ള ന്യൂഡ് വീഡിയോസും കാര്യങ്ങളെല്ലാം ജനറേറ്റ് ചെയ്യാൻ എന്ന് മാത്രമല്ല പൊളിറ്റിക്സിനെ വരെ ഇത് ബാധിച്ചിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ഡൊണാൾഡ് ട്രംപും പുട്ടിൻ്റെയും അതേ ഫേസ് വെച്ചിട്ട് പല വീഡിയോസ് ഇറക്കി അത് അവർ പറഞ്ഞ പ്രസംഗമാണ് എന്ന് വിചാരിച്ച് ആ ഒരു പാർട്ടിയെ ഫോളോ ചെയ്തിരുന്നവർ വരെ മുഴുവനായി എതിരാവുന്ന ഒരു രീതി വരെയും എത്തി പൊളിറ്റിക്കലി ആ ഒരു റിസൾട്ട്സ് എല്ലാം തന്നെ വോട്ടിംഗ് വരെ മാറ്റിമറിക്കാൻ പറ്റുന്ന ഒരു പവർഫുൾ ആയിട്ടുള്ള ടൂളായും മാറി. എന്നാൽ ഇതിലും രസകരമായ കാര്യം എന്ന് വെച്ചാൽ ഈ ഡീപ് ഫേക്സ് എന്ന് പറയുന്നത് വീഡിയോകൾക്ക് വേണ്ടി മാത്രമല്ല, ഇപ്പോൾ ഡീപ് ഫേക്കുകൾ ഓഡിയോകൾക്കും വന്നു തുടങ്ങി. അഥവാ ഇനി മുതൽ മിമിക്രി താരങ്ങളുടെ പണി പോയി എന്ന് നിങ്ങൾക്ക് ഏത് വ്യക്തിയുടെ സൗണ്ടാണോ വേണ്ടത് അദ്ദേഹത്തിൻ്റെ സൗണ്ടിന് ഒരു സാമ്പിൾ കൊടുക്കുക. അതിനുശേഷം നിങ്ങളുടെ ശബ്ദത്തിൽ തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പറഞ്ഞ കാര്യം നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആളുടെ ശബ്ദത്തിൽ ശൈലിയിൽ വരും എന്ന് സാരം. സോ നമ്മൾക്ക് എങ്ങനെ ഡീപ് ഫേക്സിനെ പോരാടാൻ പറ്റും? എങ്ങനെ നമ്മൾക്ക് ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ അത് ഡീപ് ഫേക്ക് ആണ് എന്ന് കണ്ടുപിടിക്കാൻ പറ്റും? ഡീപ് ഫേക്ക് ടെക്നോളജി എത്രയധികം വളർന്നു എന്ന് പറഞ്ഞാലും ഇപ്പോഴും നമ്മൾക്ക് സുഖമായിട്ട് ഡീപ് ഫേക്കുകൾ കണ്ടുപിടിക്കാൻ കുറേയധികം ലൂപ്പ് ഹോളുകളുണ്ട്. അതിലൊന്നാണ് നിങ്ങൾ ഡീപ് ഫേക്ക് വീഡിയോ ആണ് കാണുന്നതെങ്കിൽ അദ്ദേഹത്തിൻ്റെ മുഖം നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ സ്കിൻ ടോണോ ടെക്സ്ചറോ അല്ലെങ്കിൽ സംസാരിക്കുമ്പോഴുള്ള ആനിമേഷനോ കണ്ണുകൾ അടയ്ക്കുന്നതോ ചിലപ്പോൾ അടയ്ക്കാതെ ഇരിക്കാം, വളരെ ഫാസ്റ്റായിട്ട് അടയ്ക്കാം എന്നിങ്ങനെയുള്ള ഫേഷ്യൽ മൈക്രോ എക്സ്പ്രഷൻസ് അത് എമുലേറ്റ് ചെയ്യാനായിട്ട് വളരെയധികം ബുദ്ധിമുട്ടാണ്. അതിലൂടെ നമ്മൾക്ക് കണ്ടുപിടിക്കാം. അല്ലെങ്കിൽ പലപ്പോഴും ലൈറ്റിങ് അൺനാച്ചുറൽ ആയിരിക്കും. അഥവാ നിങ്ങളിപ്പോൾ കാണുന്ന ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് റിയലിസ്റ്റിക് ആയിട്ട് തോന്നുന്നത് ഇവിടെ നിന്നും അടയ്ക്കുന്ന ലൈറ്റ് ഈ ക്യാമറയിലും കാണുമ്പോൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഇരിക്കുന്നു എന്നാണ്. പക്ഷേ വേറൊരു വ്യക്തിയുടെ ഫോട്ടോയിൽ അല്ലെങ്കിൽ വീഡിയോയിൽ നിന്നും ജനറേറ്റ് ചെയ്തൊരു ഇമേജ് ആണ് എൻ്റെ മുഖത്തിന് മുകളിൽ വെക്കുന്നതെങ്കിൽ ഈ സെയിം ലൈറ്റിംഗ് കിട്ടില്ല. ചിലപ്പോൾ ലൈറ്റിംഗ് ബ്രൈറ്റ് ആയിരിക്കും, ഡിം ആയിരിക്കും, കളർ ലേശം മാറിയിരിക്കും. അത്തരത്തിലുള്ള കാര്യങ്ങൾ വഴിയും നമുക്ക് ഡീപ് ഫേക്കുകൾ കണ്ടുപിടിക്കാൻ പറ്റും. അതുപോലെ തന്നെ ഡീപ് ഫേക്ക് വീഡിയോകളിൽ സംസാരമുണ്ട് എന്നുണ്ടെങ്കിൽ ഞാൻ സംസാരിക്കുമ്പോൾ വാക്കുകൾ കൃത്യമായിട്ട് ഓഡിയോ ആയിട്ട് സിങ്ക് ആവുന്നുണ്ടാവും. പക്ഷേ ഡീപ് ഫേക്ക് മനുഷ്യനാണ് സംസാരിക്കുന്നതെങ്കിൽ വായ അനങ്ങുമെങ്കിലും സംസാരം സിങ്ക് ആവാനായിട്ടുള്ള ചാൻസുകൾ വളരെയധികം കുറവാണ്. കൃത്യമായിട്ട് അത് കണ്ടുപിടിക്കാനും പറ്റും. ശരിയാണ്, ഇത്തരത്തിലൊക്കെ കണ്ടുപിടിക്കാൻ പറ്റി എന്ന് പറഞ്ഞുവെങ്കിലും പല ആൾക്കാരും വിശ്വസിക്കില്ല ഇത് ഡീപ് ഫേക്ക് ആണ് എന്നുള്ളത്. സോ ഇതിനെതിരെ എന്താണ് ഒരു ഡിഫൻസ് മെക്കാനിസം? കമ്പ്യൂട്ടറുകളിലും ഫോണുകളിലും വൈറസ് കയറുമ്പോൾ അതിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി ആന്റി വൈറസ് ഉള്ളതുപോലെ കുറേയധികം കമ്പനികൾ ഇതിനെതിരെയുള്ള ഡിഫൻസ് സിസ്റ്റം ഉണ്ടാക്കുന്നുണ്ട്. അതിൽ ചുരുക്കം ചിലതിൽ ഒന്നാണ് സെൻസിറ്റി എന്ന് പറഞ്ഞ കമ്പനി ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ഡീപ് ഫേക്ക് ഡിഫൻസ് ഡിറ്റക്ഷൻ അൽഗോരിതം. സോ ഇത് ഒരു ആന്റി വൈറസ് പോലെ തന്നെ ഡീപ് ഫേക്ക് വീഡിയോ ആണ് അതിലേക്ക് ഇടുന്നതെങ്കിൽ അത് കൃത്യമായിട്ട് ഡീപ് ഫേക്ക് ആണോ ഒറിജിനൽ ആണോ എന്നുള്ളത് കാണിച്ചു തരും എന്ന് മാത്രമല്ല, നിങ്ങൾ ഡീപ് ഫേക്ക് വീഡിയോ ഉള്ള ഏതെങ്കിലും വെബ്സൈറ്റിലാണ് പോയി ലാൻഡ് ചെയ്യുന്നതെങ്കിൽ നിങ്ങളെ വാൺ ചെയ്യും. ഇതിൽ കാണുന്ന കാര്യങ്ങളൊന്നും വിശ്വസിക്കരുത്, ഇതെല്ലാം ഡീപ് ഫേക്ക് ആണ് എന്ന് പറഞ്ഞ് നമ്മളെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ടും ആ ഒരു കോണ്ടന്റ് ബ്ലോക്ക് ചെയ്യാനായിട്ടും സഹായിക്കും. അതുപോലെ തന്നെ വേറൊരു പദ്ധതിയാണ് ഓപ്പറേഷൻ മിനർവ. ഓപ്പറേഷൻ മിനർവ എന്താണ് ചെയ്യുന്നത് വെച്ചാൽ നിങ്ങൾ കാണുന്ന ഒരു ഡീപ് ഫേക്ക് വീഡിയോ ആണെങ്കിൽ ആ വീഡിയോയുടെ ഒറിജിനൽ സോഴ്സ് ഫയൽ കണ്ടുപിടിച്ച് അതിനൊരു ഫിംഗർ പ്രിൻ്റ് ആയിട്ട് എടുത്ത് അതിനെ ഈ ഡീപ് ഫേക്ക് വീഡിയോ ആയിട്ട് മാച്ച് ചെയ്തിട്ട് ഈ ഒരു സാധനം ഫേക്ക് ആണോ റിയൽ ആണോ എന്നുള്ളത് കൃത്യമായിട്ട് കണ്ടുപിടിച്ച് അതിനെ പ്രൂവ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഇത്. പലപ്പോഴും പല ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷനുകൾക്കും ഉപയോഗപ്പെട്ടിട്ടുണ്ട്. ആൻഡ് നമ്മളെല്ലാവരെയും സന്തോഷിപ്പിക്കുന്നതും ആശ്വസിപ്പിക്കുന്നതായിട്ടുള്ള വേറൊരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങളൊരു കോഡിംഗ് എന്തൂസിയാസ്റ്റ് ആണെങ്കിൽ ഫേസ്ബുക്ക് നിങ്ങൾക്ക് വേണ്ടി ഒരു ചലഞ്ച് തന്നിട്ടുണ്ട്, ഡീപ് ഫേക്ക് ഡിറ്റക്ഷൻ ചലഞ്ച്. ഈ ഒരു ഡീപ് ഫേക്ക് ഡിറ്റക്ഷൻ ചലഞ്ചിൽ നിങ്ങൾ സോഫ്റ്റ്വെയറുകളോ കാര്യങ്ങളോ ഡെവലപ്പ് ചെയ്ത ഡീപ് ഫേക്കുകൾ കൃത്യമായിട്ട് കണ്ടുപിടിക്കാൻ പറ്റി എന്നുണ്ടെങ്കിൽ അത് ഫേസ്ബുക്കിന് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം $500,000 വർത്ത് ആയിട്ടുള്ള ബൗണ്ടി അല്ലെങ്കിൽ അത്രയും രൂപ നമ്മൾക്ക് സമ്മാനമായിട്ട് ലഭിക്കുന്നു എന്നുള്ളതുമാണ്. സോ പൊതുവേ നമ്മുടെ ഒരു ജനറേഷൻ എന്ന് പറയുന്നത് ഡീപ് ഫേക്കുകൾ കണ്ടാൽ ഇത് ഡീപ് ഫേക്ക് ആണ് എന്ന് മനസ്സിലാക്കി പ്രവർത്തിക്കാൻ അറിയാവുന്നവരാണെങ്കിലും നമ്മളുടെ മുന്നത്തെ ജനറേഷനുകൾക്ക് എന്താണ് ഡീപ് ഫേക്ക് എന്ന് പറഞ്ഞാൽ മനസ്സിലാവുക ില്ല. അവർ ഇത്തരത്തിലുള്ള വീഡിയോകൾ കാണുമ്പോൾ അത് ഒറിജിനലാണ് എന്ന് വിചാരിച്ച് വേറെ രീതിയിലൊക്കെ എടുക്കും. അതുകൊണ്ട് തന്നെ അവരെയും എഡ്യൂക്കേറ്റ് ചെയ്ത് കൊടുക്കുക എന്നുള്ളത് നിർബന്ധമാണ്. സോ അത്തരത്തിൽ നിങ്ങൾക്ക് ആരെങ്കിലും അറിയാമെങ്കിൽ ഈ വീഡിയോ ഡെഫിനറ്റ്ലി ഷെയർ ചെയ്ത് അവരെയും ഒന്ന് ഇൻഫോർമേറ്റീവ് ആയിട്ട് വെക്കുക. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ ചെക്ക് ചെയ്യാനും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ബെല്ലേക്ക് ക്ലിക്ക് ചെയ്ത് ഓൾ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യാനും മറക്കണ്ട. നമ്മൾക്ക് ഇനി അടുത്ത വീഡിയോ കാണാം. ബൈ.